ഈ പരുന്ത് ആ കില്ലാടി വൈബ് സ്ഥലോട്ടോ സീനാട്ട നല്ല ആഴുണ്ട്. ഇതെന്ത് പേരില് എന്താ പേര്? കോമ്പി തെറ്റാണ്. ഇത്ര മീൻ കിട്ടും. ഇതുപോലെ ഈസി ആയിട്ട് വേണ്ട നല്ല നെയ്യുണ്ട്. ഓ തിളങ്ങുന്നു. ഇതാണ് പൂവാലിപ്പരല്. ഫ്രഷ് സാധനം, പെട്ടക്കണ സാധനം. സീൻസർ അക്കുള്ളയുടെ ഒരു കോട്ടമാരി. ഓ ഏ കിട്ടില്ല സ്പോട്ടാണ്. സെറ്റ് ഇവിടെയൊക്കെ നല്ല ആളുണ്ട് കേട്ടോ. നേരെ കയ്യും കാര്യം ഉറപ്പായിട്ട് ഓടിക്കും. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ കയറി നടന്ന് ശീലമുള്ളവർക്കാണെങ്കിൽ ഓക്കെ, അല്ലാത്തവർ അങ്ങനെയൊന്നും കയറാൻ നിൽക്കരുത്. പിന്നെ നീന്തലറിയാത്തവരും പിന്നെ വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്. എങ്ങാനും വെള്ളത്തിൽ ചാടി നീന്തലറിയില്ലെങ്കിൽ ചത്തു പോകും. നീന്തലറിയണമെങ്കിൽ രക്ഷപ്പെടാം. ഈ പരുന്ത് ആ കില്ലാടി മീൻ പറക്കി അഞ്ചിക്കൊണ്ട് പോയതാ. സീനാട്ട നല്ല ആഴുണ്ട്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ആ ഡ്രാക്കുള കോട്ടയുടെ അടിയുടെ ചിത്രീകരണം കൂടിയാണ്. ക്യാമറ വെക്കല്ല കേട്ടോ, ക്യാമറ ഒന്നും നോക്കില്ലേ. എങ്ങനെയുണ്ട്? സീനല്ലേ? നല്ല മണങ്ങു പോലെ മലമ്പാമ്പ് പോലത്തെ സാധനം കാണും. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, വീഡിയോ നോക്കുമ്പോൾ കാണാമല്ലോ. ഇവിടെ നിന്ന് ആരെയും കാണാനില്ലല്ലോ. ചെരുപ്പൊക്കെ ഊരി വെച്ചേക്കാം. എല്ലാം എടുത്ത് വെച്ചത്. അവിടെയൊക്കെ നല്ല മീൻകളുണ്ട്. വൈബ് സ്ഥലം കേട്ടോ. ഇവിടേക്ക് വന്ന് നിൽക്കാം കേട്ടോ. ഇവിടെയൊക്കെ വന്ന് നിന്നാൽ സെറ്റാണ്. അങ്ങനെ നമുക്കങ്ങനെ ഇറങ്ങാം. അങ്ങനെ ലാൻഡായി. ഇവിടെ എന്തായി വലയിട്ടിട്ട്. ഇതാണ് കോമ്പി പരല്. ഇതെന്ത് പരല്? ആ കൊമ്പിപ്പരല്. നീട്ട കൊമ്പിപ്പരലിന് മീനൊക്കെ ഇനി കയ്യിലാകും. ഇതേ സാധനം കുഞ്ഞു പൊടി മീനുണ്ട്. കോമ്പിപ്പരല് എന്താല്ലേ പേര്? കോമ്പി. ഇഷ്ടം പോലെ ചാകര കേട്ടോ. ചാകര അവിടം വരെ എത്തുമ്പോഴേക്ക് ഇതിൻ്റെ പകുതി ആകുമായിരിക്കും. ഇത് പിന്നെ എല്ലാം ഒരേ ടൈപ്പ് മീൻ. കൊമ്പിപ്പരല്. എന്താ കളറ്? മത്തി വലിയിരിക്കും. ഓ തിളങ്ങുന്നു. മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉടക്കി വരത്തില്ല. അത് നേരത്തെ കിടന്നടാ, അതിനടുത്ത് പോകണല്ലോ. ഇത് പിന്നെ നേരാക്കാനും എളുപ്പമുണ്ടല്ലേ? ഇപ്പൊ തന്നെ ചെറുമ്പല മുള്ളൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള മീനാണ്.
കപ്പയ്ക്ക് കട്ടിക്കൊണ്ടിരിക്കും. കപ്പ ഉണക്ക കപ്പ ഇരിക്കണ്ട വീട്ടിൽ, അത് എടുത്ത് വെള്ളത്തിൽ. കടൽ മീൻ മറ്റേ കൊഴുവ അരി അല്ലേ? ഇത് വേറൊരു നാടൻ നമ്മുടെ തോട്ടിൽ നിന്നൊക്കെ കിട്ടുന്നു. പക്ഷെ ഇതൊക്കെ കേട്ട ടേസ്റ്റ്. ഇതിപ്പോൾ ഏത് സൈഡിൽ നിന്നാണ് ഊരാൻ എളുപ്പമുണ്ടല്ലേ? ഏത് സൈഡിൽ കൂടെ വെച്ചാലും വന്നോളും. തള്ളങ്ങന്ന് പൂവാലിപ്പരൽ ഇതാണ് പൂവാലിപ്പരൽ. എന്താ തിളക്കം! ഇത്ര മീനായി. ഫ്രഷ് സാധനം, പെട്ടയ്ക്കണ സാധനം. റെഡും പാക്കും ഒരു ട്രിപ്പ് വലയിൽ നിന്ന് എടുക്കും. അത് ഇടാൻ പോകും. ഒരു ഇടലിന് ഇത്രയും കിട്ടി, രണ്ടാമത്തെ ഇടലിന് ഒരു ഇത്രയും കിട്ടും. അങ്ങോട്ട് വരച്ചോ. അടുത്ത ട്രിപ്പ് ഇട്ടു. ഈ കുറച്ച് നേരം ഇളക്കുക. പെട്ടെന്നുള്ളൂ. ടൈമുണ്ട്. സീൻസർ സ്പോട്ട് എന്തായാലും കൊള്ളാം. സീൻ സ്പോട്ട്. ബെല്ലടിക്കാൻ പോവാം. ആവശ്യമില്ലാത്ത അഭ്യാസത്തിനൊന്നും നിൽക്കണ്ട. നീ പിന്നെ അതിൽ എക്സ്പാർട്ടാവുള്ളൂ. ഈ ചൂടത്ത് വെള്ളത്തിൽ കിടക്കാൻ സെറ്റാണ്. വേറെ ചാട്ടം ചാടിയാൽ മതിടാ. അവിടെ ഇവിടെയൊക്കെയുള്ള മീൻ വന്ന് ചാടി കയറിക്കോളും. എന്താണ് ഇവിടെ ഭൂകമ്പോ? അട്ടർ വീണ്ടും തുറന്നോ? ഇതൊരു ഗുഹയാണ്. കണ്ട ഡ്രാക്കുളയുടെ ഒരു കോട്ടമായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതെങ്ങനെ കയറി ഇതവിടം വരെ ഉണ്ട് കേട്ടോ. ഓ, സൈഡിൽ കൂടെ വെള്ളം പോകാൻ വേണ്ടി. വെള്ളം അല്ല, ഷട്ടർ തുറന്നു കഴിയുമ്പോൾ സെറ്റാണ് ഇവിടെ നിന്ന് കാണാൻ. പെട്ടെന്ന് വെള്ളം വരുമ്പോൾ ഏകദേശം ഈ ലെവൽ വരുമായിരിക്കും. കൈ വിട്ട് താഴോട്ട് വല്ലതും പോകാതിരുന്നു കഴിഞ്ഞാൽ കൊള്ളാം അല്ലേ? പോയാൽ തീർന്നു. അവിടെ വന്ന് അടിച്ച് തിരിഞ്ഞ് തീർന്നോളും. അങ്ങനെ അങ്ങ് പൊക്കോളാം. അപ്പുറത്തൊക്കെ ചാടിക്കഴിഞ്ഞാൽ ആ ഫില്ലറിൽ വന്ന് ആ കോൺക്രീറ്റിൽ നിന്ന് അടിക്കും വന്ന് വെള്ളം അടിച്ചിട്ട് തിരിഞ്ഞു പോവുകയും ചെയ്യണ്. ഇവിടെ ഇങ്ങനെ പോവുകയും ചെയ്യണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഏറ്റവും പെട്ടതാ ചാടാൻ ചാൻസ് ഉള്ളു അടുത്തായിക്കോട്ട്. പക്ഷെ കാണാനൊക്കെ സെറ്റാട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത വലയിട്ടു. രണ്ടാം പ്രാവശ്യം വലയിട്ടു. ആരെ വന്നു? ഇവിടുത്തെ വാച്ചറല്ലേ. ആൾ ഓരോ സ്ഥലം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. മീൻ ഇവിടെ വെച്ച് തന്നെ ഉരച്ച് സെറ്റാക്കി ക്ലിയർ ആക്കി കൊണ്ടുവരും. ഇതും പോലെ ഈസി ആയിട്ട് വേണ്ടല്ലേ ഇതിൻ്റെ. കൊള്ളാം. എങ്ങനെയാണ് ഈ സാധനം വൃത്തിയാക്കുക? എന്നാൽ എളുപ്പത്തിൽ പരിപാടി കഴിയും. വെള്ളം വെച്ചപ്പോൾ അങ്ങനെ അത് പഴുപ്പൊക്കെ ഉണ്ടോ ഇളകിയങ്ങ്. നല്ല നെയ്യുണ്ട് കേട്ടോ ഈ മീന്. നല്ല നെയ്യുണ്ട് സാധനം. എന്താ നെയ്യ്. എതുമ്പലേക്ക് അത്യാവശ്യം പോയി തുടങ്ങി. അങ്ങനെ തൂത്ത് ഏകദേശം റെഡിയാക്കി. ഇങ്ങനെയാട്ടെ ഈ മീൻ ശരിയാക്കുക. അടുത്ത കൈസ് വന്നു. ഈ ചൂണ്ടറിയാവുന്നതാണ്. റീലൊക്കെ ഇട്ട് വേണ്ടി ഇത് അങ്ങോട്ട് ചാപ്പിക്കും. ഒറ്റ ഹോളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ മീനുണ്ട്. നമ്മൾ അതൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കി നോക്ക്, എന്തെങ്കിലും പിടിക്കും.
അടിച്ചാലോ? എറിഞ്ഞോ പെട്ടച്ചോ? ആ കറക്റ്റ് സെൻറ്റർ. ഇതിനകത്ത് കാണാതിരിക്കല്ലേ ഈ പൊത്തിൻ്റെ ഉള്ളിൽ. ഡാമിന്നല്ലാണ്ട് വേറെ എവിടെ നിന്ന് ഇറക്കും? കണ്ടാ സൈഡിൽ കളിക്കണോ? നീ എറിയാൻ. ആ അതന്നെ എറിയാൻ പറ്റില്ല അല്ലേ? ആ അവിടെ അടിപൊളി സിറ്റി. കൊള്ളാം. വെള്ളം വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. ഇല്ലാടി വേണ്ടി പിടിച്ച ആദ്യം ഞാൻ പറയണത് സന്തോഷം പിടിച്ചാൻ പറയും. നീ ഇപ്പൊ പൊടിയാണ് പരിപാടി പൊടി വലിക്കുന്നറിയില്ല. ഇവിടെ കയറുമോ? ഇത്ര ക്ഷീണിട്ടാ ലാലി. രണ്ടാമത് കിട്ടാലോ എടുക്കാൻ പോകുന്നു. അവിടെ ഇഷ്ടം പോലെ മീൻ കുഞ്ഞുണ്ട്. ഓ ചാകര. ഇതിലൊക്കെ നല്ല മീനുണ്ട് കേട്ടോ. മീൻ പറക്കാം. ഇത് വരാലല്ലോ, വരാൻ്റെ കുഞ്ഞല്ലേ. അപ്പുറത്തേക്ക് ഇടാനാണ് വളരട്ടവൻ. അതിന് നമുക്ക് ഇട്ടിട്ടൊരു കാര്യം. നമുക്ക് നേരത്തെ കിട്ടിയ സെയിം മീനുകൾ. ഓ ആ സോജിന്നോ സന്തോഷന്നോ എങ്ങനെ വേണമെങ്കിൽ ചെയ്തോ. നമ്മൾ അടുത്ത ട്രിപ്പ് ഇതാ വലയെടുക്കുന്നത്. ഈ വലയിലുണ്ട്, അങ്ങോട്ടാണ് കിടക്കുന്നത്. ആ കൊണ്ടുവന്നിട്ട് കിട്ടൂടാ. നല്ല ഇളം കാറ്റ്. ആള് കയറിപ്പോയി. അങ്ങനെ കയറി മറ്റേ ചില്ലാങ്കൂരിയല്ലേ സാധനം? പിഴിഞ്ഞങ്ങ് ഊരി അടിയിലിട്ടാൽ മൊത്തം ചെയ്ത് പറയുന്നു. ഓരോ കാറ്റഗറിയിലല്ല, ആഴം അനുസരിച്ചല്ലേ മീനുകൾ കളിക്കുന്നത്. പെട്ടാന്നങ്ങ് ഊരി. രണ്ടാമത്തെ ട്രിപ്പ് വലയെടുത്ത്. ആദ്യത്തെ ട്രിപ്പിൽ തന്നെയായിരുന്നു കൂടുതൽ. നല്ല കളറുള്ള മീനുകൾ, തിളങ്ങും, കളർഫുള്ളാണ് ഫുള്ളും. സിൽവറൊക്കെ ടേ നിൽക്കുന്നു. അവൻ്റെ ചകളയൊക്കെ പൊളിക്കും. ചാടുന്നു. കഴിഞ്ഞു നമ്മുടെ മീൻപിടുത്തം കഴിഞ്ഞു. നമുക്ക് അത്യാവശ്യത്തിനുള്ള മീൻ കിട്ടി. വല അങ്ങ് ചുറ്റി വെക്കാൻ പോകും. ഓട്ടെ, അത് നമ്മളങ്ങനെ തിരിച്ച് മടക്കി കയറ്റി വയ്ക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള മീനൊക്കെ ആയി. അങ്ങനെ വല കെട്ടിക്കഴിഞ്ഞു.
വല തിരിച്ചെടുത്തു. അങ്ങനെ അത്യാവശ്യം മീൻ കിട്ടി. ചത്തിട്ടില്ല കേട്ടോ. ഇനി വലയൊന്ന് കഴുകിയെടുക്കുക വെള്ളത്തിൽ. അതിലൊരു കുടുങ്ങും. നമ്മുടെ മീൻ പിടുത്തം കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവാണ്. അരയിലൊക്കെ കോലം കെട്ട്. അങ്ങനെ നമുക്ക് ഇത്ര മീൻ കിട്ടി. നമ്മൾ കഴുകി വൃത്തിയാക്കി ഇനി കഴുകാനുള്ള സാധനം. പരുന്തുകളൊക്കെ എന്തല്ലേ ഈ മീൻ വന്ന് റാഞ്ചിക്കൊണ്ട് പോകും. പരുന്തുകൾ മീൻ കൊണ്ടോ നോക്ക്. ശിഖരത്തിൽ ഇരിക്കുന്ന നോക്കറാ. ആഹാ, പരുന്തുകൾ വട്ടം വിട്ട് പറക്കുന്നു. എന്താ പരുന്തുകൾ, ഇഷ്ടം പോലെ പരുന്താട്ടോ ഇവിടെ. ഇവിടെ ഈ മീൻ പിടിക്കാൻ വേണ്ടി ഒരുപാട് പരുന്തുകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ പരുന്തിൻ്റെ കൂടുമുണ്ട്. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചാടിക്കഴിഞ്ഞാൽ കയ്യും കാലും. പിന്നെ ആഴമുണ്ട് വെള്ളത്തിന്, അതുകൊണ്ട് തന്നെ സീനില്ല. നീന്തലറിയാണെങ്കിൽ സീനില്ല, നീന്തലറിയില്ലാത്ത ചത്തു പോകും. നീന്തലറിഞ്ഞില്ലെങ്കിൽ സീൻ തന്നെയാണ്. മീൻ കൂട്ടം ആകുമ്പോൾ മീൻ പിടിച്ചത്. അവിടെ നമ്മളിങ്ങനെ പോവുകയാണ്.